പാർട്ടി കാര്യമാണോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ എന്നുള്ളതാണ് ചോദ്യം. സുജയ പാർവതി. പാർട്ടി കാര്യമല്ലല്ലോ. കാരണം പാർട്ടി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പാർട്ടി നിർദ്ദേശപ്രകാരം ഹൈക്കമാൻഡൊക്കെ നിർദ്ദേശിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെങ്കിലല്ലേ അതൊരു പാർട്ടി കാര്യമായിട്ട് മാറുക. മാത്രമല്ല, ഇങ്ങനെ ഒരു പ്രിഡേറ്ററായി മാറാനുള്ള പരിശീലനവും കോൺഗ്രസ് പാർട്ടി കൊടുക്കുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പാർട്ടിയെ ഇതിലേക്ക് കൊണ്ടുവരേണ്ടതില്ല, അല്ലെങ്കിൽ കോൺഗ്രസ് മുഴുവൻ ഇങ്ങനെയാണ് എന്ന് പറയേണ്ട കാര്യവുമില്ല. ഇത് ആ വ്യക്തിയുടേതാണ്. ആ വ്യക്തി എന്തുകൊണ്ടാണ് വിമർശിക്കപ്പെടുന്നത്? ആ വ്യക്തി കോൺഗ്രസിന്റെ ഒരു അംഗമായി നിൽക്കുന്നയാളാണ്, കോൺഗ്രസിന്റെ MLA ആണ്, സംസ്ഥാന അധ്യക്ഷ പദവി യൂത്ത് കോൺഗ്രസിൽ നിന്ന് ഒഴിഞ്ഞാലും യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവായി തുടരുന്നയാളാണ്. മാത്രമല്ല, ഒരു പൊസിഷൻ ഒഴിഞ്ഞതുകൊണ്ട് മാത്രം അയാൾ ചെയ്ത ക്രൈമിന് ഞങ്ങൾ ശിക്ഷിച്ചല്ലോ അല്ലെങ്കിൽ ഞങ്ങൾ നടപടിയെടുത്തല്ലോ എന്ന് പറഞ്ഞ് അതിലങ്ങ് അഭിരമിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു നടപടിയാണ് എടുത്തതെന്ന് ആരും തന്നെ കേരളത്തിൽ കരുതുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അയാൾ ഇപ്പോഴും ഇരിക്കുന്നത് MLA എന്ന പദവിയിലാണ്. അപ്പോൾ ഒരു ജനപ്രതിനിധിയായി ഇരിക്കുന്ന ഒരാൾക്ക് ഒരു പാർട്ടി പൊസിഷൻ മാറിയതുകൊണ്ട്, അത് പാർട്ടിയിൽ ഇരുന്നു കൊണ്ട് പാർട്ടിക്കകത്ത് ചെയ്ത കാര്യങ്ങളുടെ പേരിൽ പാർട്ടി അച്ചടക്ക നടപടി എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ആ പോർട്ട്ഫോളിയോ വെച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിൽ ഉള്ള ആളുകളുമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുകയും അതിൽ ആ പാർട്ടിക്കകത്തുള്ള ആളുകൾ തന്നെ പരാതി കൊടുത്തതിന്റെ പേരിലാണ് ഈ നടപടിയെങ്കിലും പാർട്ടി നടപടി എന്ന് പറയാം. ഇത് പാർട്ടിയിൽപ്പെട്ട ആളുകളാണോ? മാധ്യമപ്രവർത്തക അടക്കമല്ലേ ഉള്ളത്? ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഓഡിയോ അടക്കമുള്ള കാര്യങ്ങൾ ആരുടേതൊക്കെയാണ്? അപ്പോൾ ഇത് ഒരു വലിയ വിഷയമാണ്. അതിൻ്റെ ഒരു ലാർജർ പിക്ചറിൽ പാർട്ടി കാണേണ്ടിയിരുന്നു എന്നതാണ് ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൽ പാർട്ടിയുടെ അല്ലെങ്കിൽ അയാളുടെ വ്യക്തിപരമായ ഒരു കാര്യം എന്ന രീതിയിലല്ല നമ്മളതിനെ കാണേണ്ടത് എന്ന് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട റീസൺ, അയാൾക്ക് സമൂഹത്തിൽ കിട്ടുന്ന പ്രിവിലേജ് ഉണ്ട്. സമൂഹത്തിൽ എങ്ങനെയാണ് ഇയാൾ അറിയപ്പെടുന്നത്? ഇപ്പോൾ നേരത്തെ മാഡം ഒക്കെ സൂചിപ്പിച്ചതുപോലെ, മാഡം നേരത്തെ വർക്ക് ചെയ്തിരുന്ന ചാനലിലും ഒക്കെ ചർച്ചകളിലെല്ലാം സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഡോക്ടർ അരുൺ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ചാനലിലൂടെയാണ് ആദ്യമായിട്ട് ഇയാൾ ചർച്ചകളിലേക്ക് വരുന്നത്. അങ്ങനെ പല ചാനലുകളിൽ പ്രധാനപ്പെട്ട ഒരു മുഖമായി ഇരുന്നു കൊണ്ട് അങ്ങനെ എല്ലാവർക്കും പരിചിതനായതുകൊണ്ടാണ് ഈ പെൺകുട്ടികൾക്കും അയാൾ പരിചിതനാകുന്നത് എന്നൊരു വസ്തുത നമ്മൾ മറക്കരുത്. കേവലം യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവായി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു അംഗമായി ഇരിക്കുന്ന ജനപ്രതിനിധിയാകുന്നതിന് മുൻപ് തന്നെയുള്ള കേസുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അപ്പോഴൊക്കെ അയാൾ പരിചിതനാകുന്നത് എങ്ങനെയാണ്? ഇതേ ചാനൽ ചർച്ചകളിലെ മുഖമെന്ന രീതിയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു വിസിബിലിറ്റി കിട്ടി, സമൂഹത്തിൽ പാർട്ടിയുടെ ഒരു അഡ്രസ് അയാൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് പാർട്ടി മനസ്സിലാക്കണം. അപ്പോൾ പാർട്ടിക്ക് വേണ്ടി ചെയ്ത കാര്യമോ അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് ചെയ്ത കാര്യമോ ആയിട്ടല്ല, പാർട്ടിയെ നാണം കെടുത്തുന്ന ഒരു പ്രവൃത്തി ചെയ്ത ആളായിട്ട് വേണം പാർട്ടി ഇയാളെ വിലയിരുത്താൻ, ഇയാൾ ചെയ്ത പ്രവൃത്തിയെ വിലയിരുത്താൻ. അങ്ങനെ കണ്ടിരുന്നെങ്കിൽ എപ്പോഴേ എടുത്ത് പുറത്തു കളഞ്ഞേനെ. ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ ജനപ്രതിനിധി എന്നല്ല, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കേണ്ട കാര്യമാണ്. കാരണം പാർട്ടിക്കാണ് അവമതിപ്പുണ്ടാക്കിയത്. ഇപ്പോൾ ഒരു ഭാഗത്ത് കൂടി നേതാക്കൾ, ഇപ്പോൾ KC വേണുഗോപാൽ അടക്കം, കേരളത്തിൽ നിന്നുള്ള നേതാവായ KC വേണുഗോപാലിനെ തന്നെ കോട്ട് ചെയ്യാം, KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുകയാണ്. ദേശീയ തലത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനായി ഭാരത് ജോഡോ യാത്ര 2 വട്ടം നടത്തിയ രാഹുൽ ഗാന്ധി ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപ് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി വോട്ട് അധികാർ റാലി എന്ന് പറഞ്ഞുകൊണ്ട് വോട്ടർ പട്ടികയിലെ ക്രമക്കേടെന്ന് പറയുന്ന വലിയൊരു വിഷയം ഉയർത്തി കാട്ടിക്കൊണ്ട് ഒരു പാൻ ഇന്ത്യ പ്രൊട്ടസ്റ്റിന് സഖ്യകക്ഷികളെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു പ്രതിപക്ഷ മുന്നണിയെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇപ്പുറത്ത് ഈ പറയുന്ന ഒരു നോൺ ഇഷ്യൂ അത് പാർട്ടിക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ആ വിഴുപ്പ് പാർട്ടിക്ക് ചുമക്കേണ്ടി വന്നിരിക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വിഴുപ്പ് പോലെ ആയി കഴിഞ്ഞിരിക്കുകയാണ്. ആ വിഴുപ്പ് ചുമക്കുന്ന കഴുതയായി കോൺഗ്രസ് പാർട്ടി മാറരുത് എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ പ്രസക്തി എന്ന് പറയുന്നത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ മറ്റുള്ളവർ എന്ത് ചെയ്തു എന്നുള്ളതല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തതുപോലെ BJP ചെയ്തതുപോലെ ചെയ്യാനാണ് അല്ലെങ്കിൽ അവരെയാണ് ഞങ്ങൾ മാതൃകയാക്കുന്നതെങ്കിൽ അത് തുറന്നു പറയൂ. അപ്പോൾ അല്ലാതെ അവർ ചെയ്തത് കൊണ്ട് ഞങ്ങളും ചെയ്യുന്നു, അവർ പുറത്താക്കിയില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളും പുറത്താക്കുന്നില്ല എന്നല്ല. നമുക്ക് സ്വന്തമായിട്ട് ചില തീരുമാനങ്ങൾ വേണമെന്നേ. അതാണല്ലോ ഒരു പാർട്ടിയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഒരു പാർട്ടിയെ പാർട്ടിയാക്കുന്നത് ആ പാർട്ടിയുടേതായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടാകുമ്പോഴാണ്. അല്ലാതെ അനുകരണം ഒരു കലയാക്കി എടുക്കരുത്. അല്ലെങ്കിൽ അനുകരണം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ അവർ ചെയ്യാത്തതൊന്നും ഞങ്ങൾ ചെയ്യില്ല, അവർ ചെയ്യുന്നത് അനുകരിച്ച് അതേപടി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി എന്താണ്? ഈ പാർട്ടിക്കുള്ള ഐഡന്റിറ്റി എന്താണ്? അപ്പോൾ നിങ്ങൾ എന്താണ് ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കേരളത്തിലെ വോട്ടർമാരുടെ മുന്നിൽ നിങ്ങൾ അവതരിപ്പിച്ച സ്ഥാനാർത്ഥി അയാൾ MLA ആയി തെരഞ്ഞെടുക്കപ്പെടുന്നു, നല്ല കാര്യം. അയാൾ 35 വയസ്സിൽ അയാൾ MLA ആവുകയാണ്, വളരെ നല്ല കാര്യം. പക്ഷേ ആ 35-കാരൻ ചെയ്തു കൂട്ടിയ ചെയ്തിയുടെ ആ പ്രവൃത്തിയുടെ ഒരു വൃത്തികേട്, ആ വൃത്തികേട് മനസ്സിലാകാത്തത് എന്താണ് പാർട്ടിക്ക്? ഇത്രയും വളർത്തി വലുതാക്കിയ ആളുകൾ ആ വൃത്തികേട് മനസ്സിലാക്കിയിട്ടും തിരുത്താൻ വൈകിയത് എന്തുകൊണ്ടാണ്? നമ്മളൊക്കെ ഇപ്പോഴേ അറിഞ്ഞുള്ളൂ, പാർട്ടിയിലെ നേതാക്കളൊക്കെ ഇപ്പോഴാണ് അറിഞ്ഞതെന്നൊന്നും ഞാൻ കരുതുന്നില്ല. എന്തായാലും പാർട്ടിയിലെ നേതാക്കളുടെയൊക്കെ മുന്നിലേക്ക് ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചിരുന്നുവെന്ന് റിനിയാൻ പറയുന്നുണ്ട്, നടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ആളുകൾ വഴിയും ഈ കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ചും ഇപ്പോൾ അബോർഷനൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇടപെട്ടിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ആ നേതാക്കളുമായിട്ടൊക്കെ ചർച്ചകൾ നടന്നിട്ടുണ്ടാകുമല്ലോ. കേസില്ലാതെ നിൽക്കുന്നതിൻ്റെ ഒരു സാഹചര്യം എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. കേസിലേക്ക് പോകാത്തത് എന്താണ്?
നിയമവിരുദ്ധമായി ഭരണഘടനാ വിരുദ്ധമായി ഞാനൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസുകളിലൊന്നും ഞാൻ പെട്ടിട്ടില്ല, എനിക്കെതിരെ ഒരു പരാതി പോലും ഇല്ലല്ലോ എന്ന് അയാൾക്ക് വെല്ലുവിളിക്കാനുള്ള ആർജവം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അയാൾക്ക് പിന്നിൽ നിൽക്കുന്ന ഒരു സംവിധാനം അയാളെ സംരക്ഷിച്ചു നിർത്തിയതുകൊണ്ടാണ്. ആ സംരക്ഷിച്ചു നിർത്തുന്നത് പാർട്ടി സംവിധാനമാണെങ്കിൽ, പാർട്ടി ചട്ടക്കൂടാണെങ്കിൽ, പാർട്ടിയാണ് ജനങ്ങളോട് തെറ്റ് ചെയ്യുന്നത്. കോൺഗ്രസ് പാർട്ടി ജനങ്ങളോട് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സ്ത്രീ സംരക്ഷകരാണ്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നവരാണ് എന്ന ഒരു കാര്യം വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ നിങ്ങൾ എടുക്കുന്ന നിലപാട് എന്താണ് എന്നുള്ളതാണ് നിങ്ങളെ ജനങ്ങളുടെ മുന്നിൽ അടയാളപ്പെടുത്തുന്നത്. അതിന് CPIM ചെയ്തില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാൽ പിന്നെ CPIMൽ പോയി ചേരൂ എന്ന് എനിക്ക് ആ വിഷയത്തിൽ കോൺഗ്രസ്സുകാരോട് പറയാനായിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ CPIMൽ ചേർന്ന് പ്രവർത്തിച്ചാൽ മതിയല്ലോ. എല്ലാം അവർ ചെയ്യുന്നത് പോലെയാണ് ചെയ്യുന്നതെങ്കിൽ കോൺഗ്രസ് ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ കോൺഗ്രസിന്റെ ഒരു പാരമ്പര്യം എന്താണെന്ന് മനസ്സിലാക്കണം. കോൺഗ്രസ് എത്ര വർഷം പഴക്കമുള്ള പാർട്ടിയാണെന്ന് മനസ്സിലാക്കണം. അതൊന്നുമില്ലാതെ CPIM ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു തടിതപ്പാനായിട്ടുള്ള ഒരു ന്യായമായിട്ടാണ് ഞാൻ അതിനെ കരുതുന്നത്. ഇനി യൂത്ത് കോൺഗ്രസിന്റെ ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ചകൾ അതും ഇന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. എന്തൊരു നാണം കെട്ട വിഴുപ്പലക്കലാണ് ആ ഗ്രൂപ്പിൽ നടന്നത്. അത് ഒരാൾ ഒരു പീഡകനാണ് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ, ഒരു പ്രഡേറ്റർ ആണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ ആ വിഷയത്തിൽ എന്തുകൊണ്ടൊരു ക്ലാരിറ്റി വരുത്തുന്നില്ല എന്ന് ചോദിച്ച സ്നേഹയെ വട്ടമിട്ട് വേട്ടയാടുന്ന ചർച്ചകളാണ് ആ ഗ്രൂപ്പിലെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. മാത്രമല്ല ഇതിന് പിന്നിൽ ഒരാളെ അങ്ങ് പിൻ പോയിന്റ് ചെയ്തിട്ട് അയാൾ എന്തോ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ആ പേര് കോട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അബിൻ വർക്കി കട്ടപ്പയായി നിന്ന് മറ്റേയാൾ ആരാണപ്പോൾ ബാഹുബലി, ഇത്രയും കാര്യങ്ങൾ ചെയ്തയാളെ ബാഹുബലിയായി വാഴ്ത്തുന്ന ഒരു കൂട്ടം യൂത്ത് കോൺഗ്രസിനകത്തുണ്ടെന്ന് പറയുന്നത് എന്ത് നാണക്കേടാണ്. ബാഹുബലിയാണ് പോലും ബാഹുബലി. ആ ബാഹുബലി സിനിമയിലെ കഥ എന്താണെന്ന് അവർക്കറിയില്ല. ആ ബാഹുബലി ഇതുപോലെയൊക്കെ ആളുകളെ എല്ലാവരെയും, പെൺകുട്ടികളെ എല്ലാവരെയും ഇങ്ങനെ മാറി മാറി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണോ? ബാഹുബലിയെ കുത്തി വീഴ്ത്തിയ കട്ടപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അബിൻ വർക്കിയെ പിൻ പോയിന്റ് ചെയ്തുകൊണ്ട്, കാരണം കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്തിയത് അബിൻ വർക്കി. അപ്പോൾ ഇനിയൊരു തെരഞ്ഞെടുപ്പുണ്ട്, നോമിനേഷനാണ്. തെരഞ്ഞെടുപ്പില്ലാതെ നോമിനേഷനിലേക്ക് വരുമ്പോൾ അബിൻ വർക്കി അവിടെ പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് വിജിൽ മോഹനനാണ് ഈ കട്ടപ്പയുടെ ചിത്രം ആ ഗ്രൂപ്പിൽ പങ്കുവച്ചിരിക്കുന്നത്. ഞാൻ ആ ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ടുകൾ പരിശോധിക്കുകയായിരുന്നു. വിജിൽ മോഹൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിന്റെയും ഒക്കെ കൂടെ നിൽക്കുന്ന നേതാവ് തന്നെയാണ്. അപ്പോൾ പിന്നീട് അതിനെ പിന്തുണച്ചുകൊണ്ട് എഴുതുന്ന ആളുകൾ, ലിൻഡോ പി ആൻഡോ എഴുതുന്നു, കൂടെയുള്ളവനെ വേട്ടക്കിട്ട് കൊടുത്ത് കസേരമോഹവുമായി നടക്കുന്നവരുണ്ടെങ്കിൽ അത്തരക്കാരോട് ഒന്നേ പറയാനുള്ളൂ, ഞങ്ങളാരും വനവാസത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല, ഇവിടെയൊക്കെ തന്നെ കാണും. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെയൊക്കെ തന്നെ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കാര്യങ്ങളൊക്കെ ചെയ്യാനാണോ, അതോ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞവരെ വേട്ടയാടാനാണോ? എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതുപോലെ തന്നെ സോയിമോൻ സണ്ണി പറയുന്നു, പ്രസിഡന്റിനെ കൊത്തിപ്പറിക്കാൻ ഇട്ട് കൊടുത്തിട്ട് കസേര സ്വപ്നം കാണുന്ന ഒറ്റുകാരോടൊരു കാര്യം, ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി. ഇന്ന് ഞാൻ നാളെ നീ എന്നാണല്ലോ. കാലത്തിന്റെ കാവ്യനീതിയിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് നേരെ തന്നെ തിരിയും. എന്താണ് കാലത്തിന്റെ കാവ്യനീതി? ഗർഭിണിയാക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? അത് നിങ്ങളുടെ നേതാവാണെന്നല്ലേ അവർ പറയുന്നത്. ആ ആരോപണം ഉന്നയിക്കുന്ന പെൺകുട്ടി പറയുന്നത് ആരാണ്? ഈ ഗർഭത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഈ നേതാവാണെന്നാണ്. അപ്പോൾ പിന്നെ കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത് ആ പെൺകുട്ടി ആദ്യം, അല്ലെങ്കിൽ ആ പെൺകുട്ടികൾക്ക് ആദ്യം നീതി ഉറപ്പാക്കി കൊടുക്കാനാണ് ഈ പറയുന്ന ആളുകളൊക്കെ ശ്രമിക്കേണ്ടത്. ഒരു തന്നെ ചോരയിൽ ചവിട്ടി നേതാവാകാമെന്ന് ആരും വിചാരിക്കേണ്ട. വിചാരിച്ചവനും അതിന് കൂട്ടുനിന്നവരും സന്തോഷത്തോടെ ഇരിക്കുക. ചോരയിൽ ചവിട്ടി നേതാവാകുക. ഇവിടെ ചോര ചിന്തുന്ന യുദ്ധമല്ലേ ചെയ്തത്? 1ാം ലോകമഹായുദ്ധവും 2ാം ലോകമഹായുദ്ധവും ചെയ്തിട്ട് ഇങ്ങനെ വീരാളിയായിട്ട് നിൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ കേരളത്തിലേക്ക് തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയ പ്രക്ഷോഭങ്ങളിലൊക്കെ പങ്കെടുത്ത് ചോര ചിന്തി നിൽക്കുന്ന ആളാണ് പോലും. ആ രീതിയിലുള്ള വീരപരിവേഷം കൊടുക്കുന്ന ഈ കൂടെ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഇനി സ്ത്രീകൾക്ക് വേണ്ടി ഒരു സമരം ഏറ്റെടുക്കാനായിട്ടുള്ള എന്ത് ധാർമ്മികമായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഏതെങ്കിലും തരത്തിൽ നൈതികമായോ ധാർമ്മികമായോ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് അതിനൊപ്പം നിൽക്കാൻ കഴിയുമോ? നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി ഒപ്പം നിൽക്കുന്നവരാണ്, സ്ത്രീകൾക്കായിട്ടുള്ള സംരക്ഷണം നൽകുന്നതിന് സ്ത്രീ വിഷയങ്ങളിൽ ഇടപെടുന്ന ആളുകളാണ് എന്ന് നിങ്ങൾക്ക് ഇനി ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം നിങ്ങൾ അയച്ച, അല്ലെങ്കിൽ നിങ്ങളിട്ട സന്ദേശങ്ങളാണ്. ഈ വാർത്തയുടെയൊക്കെ കഥയും തിരക്കഥയും CPMൽ നിന്നോ BJPയിൽ നിന്നോ മാധ്യമങ്ങളിൽ നിന്നോ അല്ല, ഇവിടെ നിന്ന് തന്നെയാണ് എന്നാണ് പറയുന്നത്. വിജിൽ മോഹനന്റെ പോസ്റ്റിൽ കോട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ദ സാഡസ്റ്റ് തിങ് അബൌട്ട് ബിട്രയൽ ഈസ് ദാറ്റ് ഇറ്റ് നെവർ കംസ് ഫ്രം യുവർ എനിമീസ്. അപ്പോൾ കൂടെ നിന്നങ്ങ് പുറകിൽ നിന്ന് കുത്തി എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിൽ പ്രതികരിച്ച ദുൽഫിഖിലായാലും, അല്ലെങ്കിൽ സ്നേഹയായാലും, അല്ലെങ്കിൽ അബിൻ വർക്കി ആയാലും, അങ്ങനെ എല്ലാവരെയും പിൻ പോയിന്റ് ചെയ്ത് ആക്രമിക്കുന്ന, വേട്ടയാടുന്ന ഒരു സമീപനം ആ ഗ്രൂപ്പിനുള്ളിൽ നടന്നിട്ട് ബാക്കി ചാറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ചതിയുടെ മുഖ്യ ആയുധം അവന്റെ കള്ളച്ചിരി തന്നെയാണ്. തിരിച്ചറിയാൻ പറ്റാത്ത ആ ചിരി. ആട്ടിൻതോലിന് പകരം പച്ചത്തത്തയുടെ കുപ്പായം അണിഞ്ഞ ചെന്നായ. അവരെ ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇല്ലാ കഥകൾ മേഞ്ഞ് ചതിയിലൂടെ വീഴ്ത്തി. ഇല്ലാ കഥയാണോ ഇത്? ഇപ്പോഴും നിങ്ങൾ ആ പെൺകുട്ടികളെയാണ് നിങ്ങൾ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലാ കഥ എന്ന് പറഞ്ഞുകൊണ്ട്. ഇല്ലാ കഥയും ചതിയുടെയും ഒക്കെ കഥ ആരോടാണ് നിങ്ങൾ പറയുന്നത്? ഈ പുറത്തു വന്ന ഈ പെൺകുട്ടികളുടെ ശബ്ദം, ചാറ്റുകൾ, അതെല്ലാം നിങ്ങളുടെ നേതാവ് ചെയ്തതല്ലെങ്കിൽ അയാൾ കേസിന് പോട്ടെന്നേ. കേസും കോടതിയും ഒക്കെയാണ് അദ്ദേഹം പ്രധാനമായി കാണുന്നത്. നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന് മേൽ ആരോപിക്കപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോഴും ഞാൻ പറയുന്നു, ആരോപിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതിൽ തനിക്ക് മനസാ വാച കർമ്മണ ഒരു ബന്ധവുമില്ല എന്ന് ബോധ്യമുണ്ട് എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് പരാതിയുമായി മുന്നോട്ട് പോകാം. ഈ ഓഡിയോ വ്യാജമാണെന്ന് പറയാം. ഇപ്പോഴും അടൂരിലുണ്ടല്ലോ, ഒരു പ്രതികരണവും നടത്തിയില്ലല്ലോ. ആ ഓഡിയോയെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു പ്രതികരണവുമില്ല, ഒരു പോസ്റ്റുമില്ല, ആരും ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇത് വ്യാജമാണോ നിജമാണോ? അതാദ്യം പറയൂ. നിങ്ങൾ വ്യാജമാണെന്ന് പറഞ്ഞ പെൺകുട്ടികളെ വീണ്ടും വീണ്ടും അവമാനിക്കുന്ന ചാറ്റുകൾ നിങ്ങളുടെ പാർട്ടിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നടത്തിയത് പുറത്തു വന്നത് മാത്രമാണ് ഞാനിപ്പോൾ കോട്ട് ചെയ്തത്. അപ്പോൾ ഇതൊരു പാർട്ടി അഫയർ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ അഫയർ എന്നല്ല, ഇതൊരു പൊതുവിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ
മുകേഷിന്റെയും എൽദോസിന്റെയും ഒക്കെ കാര്യമാണല്ലോ എല്ലാവരും സമീകരിക്കുന്നതിനായി എടുത്തു പറയുന്നത്. പക്ഷേ ഇവിടെ ഒരാളല്ലെന്നേ, ഒന്നിലധികം ആളുകൾ ഒരാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അതിൽ വീണ്ടും വീണ്ടും ഈ ന്യായീകരണങ്ങൾ പറഞ്ഞ് നാണം കെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് നമ്മളിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുകേഷിനെതിരെയൊക്കെ ഏറ്റവും കൂടുതൽ വാദിച്ച് പ്രക്ഷോഭത്തിനിറങ്ങി പ്രതികരണങ്ങൾ നടത്തിയ ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ ആൾ സ്വന്തം കാര്യം വരുമ്പോഴേക്കും പറയുന്ന അല്ലെങ്കിൽ പെരുമാറുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടതാണ്. പി ടി ചാക്കോയുടെ കാര്യമൊക്കെ നമ്മൾ ഇന്നലെ സംസാരിച്ചു പോയതാണ്. പി ടി ചാക്കോയുടെ ആ ഒരു വിഷയത്തിന് ശേഷം കേരള കോൺഗ്രസ് വരെ ഉണ്ടാകുന്നതാണ് നമ്മൾ കണ്ടത്. എന്തൊക്കെ മാറ്റങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ച് ഇങ്ങനെ ചേർത്ത് നിർത്തി ഇനി ഒരു നടപടിയും വേണ്ട, 2-3 ദിവസം കഴിയുമ്പോഴേക്കും നാട്ടുകാർ ഇതൊക്കെ അങ്ങ് മറക്കും, ചാനലുകളുടെ ഉത്സാഹം കെടുമ്പോഴേക്കും ഈ കാര്യങ്ങളൊക്കെ അങ്ങ് തീരും എന്നതാണ് ഇപ്പോൾ പൊതുവൽക്കരിച്ച് എത്തിയിരിക്കുന്ന തീരുമാനത്തിന് പിന്നിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ജനം ഇതെല്ലാം കാണുന്നുണ്ട് എന്നത് ഓർക്കണം. ഒരാളുടെ രാഷ്ട്രീയ ഭാവി എന്നുള്ള ഒരു വിഷയം മാത്രമല്ല നമ്മൾ കാണേണ്ടത്, ഇത് നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമായിട്ടാണ് കാണേണ്ടത്. കാരണം ഇയാൾ ലൈംഗിക ആവശ്യവുമായി സമീപിച്ച ഒരു സ്ത്രീയും അയാളേക്കാൾ പ്രിവിലേജ്ഡ് അല്ല എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ പ്രിവിലേജ്, അത് ആ പാർട്ടിയുടെ പദവി അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു പവറാണ് അയാൾ സ്വന്തം പ്രിവിലേജായി ഉപയോഗിച്ചത്. അപ്പോൾ അത് പാർട്ടി കാര്യമാക്കി തന്നെ എടുക്കണം. ഇത് പാർട്ടി കാര്യമാക്കി ചുരുക്കി കളയരുത് എന്നതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.